നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് സ്ട്രെങ്ത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് പേരുടെയെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരു കാർമിക് പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണോട് ഫസ്റ്റ് ടൈം കണ്ടപ്പോഴൊക്കെ തന്നെ അല്ലെങ്കിൽ സംസാരിച്ചപ്പോഴൊക്കെ ആയിക്കോട്ടെ ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ട്വിൻ ഫ്ലെയിം ആണോ എന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു പാസ്റ്റിലെ കണക്ഷനൊക്കെ നല്ല പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഡെഫിനറ്റ്ലി പാസ്റ്റിലെ കണക്ഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം ഒരു കാർമിക് പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു കാർമിക് പാർട്ട്ണർ ആയിട്ടുള്ള ഒരു എനർജി ഫീൽ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു പേഴ്സണിലേക്ക്. പക്ഷേ ഈ ഒരു പേഴ്സൺ തുടക്കത്തിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു കെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യാനായിട്ടും ഉള്ളൊരു അഡ്വൈസ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും നിങ്ങളെക്കാളും ഉപരിയായിട്ട് ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം പോലും ഭയങ്കരമായിട്ട്, അതായത് നിങ്ങളുടെ ഒരു മേ ബി കുറച്ച് പേരുടെയെങ്കിലും ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇങ്ങനെ ലൈഫിലേക്ക് ഓടിക്കയറി വന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ തന്നെ നിങ്ങൾക്കത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ ഇല്ലാത്തൊരു അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം, ഭയങ്കരമായിട്ട് നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ പേരെങ്കിലും ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഇത്രയും സ്നേഹവും കരുതലും ഒക്കെ തന്നിട്ടുള്ള ഒരാൾ മേ ബി ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു റീസൺ ഇല്ലാതെ പ്രത്യേകിച്ച് ഒരു ക്ലാരിറ്റി പോലും കിട്ടാണ്ട് ലൈഫിൽ നിന്ന് പെട്ടെന്ന് പോയിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് പോലും പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ. റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പതിയെ പതിയെ നിങ്ങൾ അവരിൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ കൂടി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് രീതിയിൽ ഒരു വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഏത് രീതിയിലൂടെയാണെങ്കിലും അത് നിങ്ങൾക്കാണ് അറിയാൻ പറ്റുക. ഒരു മനസ്സിന് ഒരു സന്തോഷം കിട്ടാത്ത രീതിയിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ടു പോകാനും സാധിക്കുന്നില്ല. പക്ഷേ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യാൻ വേണം, എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നിങ്ങൾ പലപ്പോഴും നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പാഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. കൂടുതലും നിങ്ങൾക്കാണ് ഈ ഒരു പേഴ്സൺ കൂടുതലും പാഷനായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണ് അവർക്ക് ഉണ്ടായിരുന്നു, അത് തുടക്കത്തിലൊക്കെ തന്നെ ഒരു സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിലും പതിയെ പതിയെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ട് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ സ്റ്റിൽ അവരെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു പാഷനാണ് അവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നത് അവരോട് സംസാരിക്കുമ്പോഴായിരിക്കാം, മെസ്സേജ് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അവർ കൂടെ ഉള്ളപ്പോഴും ആണ് നിങ്ങൾക്കൊരു സന്തോഷം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യത്തിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. നിങ്ങളും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിലൊക്കെ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ സമയം കണ്ടെത്തി ഈ ഒരു പേഴ്സണോട് സംസാരിക്കാനും ഒക്കെ ടൈം നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നിങ്ങളായിട്ട് തന്നെ ഒരു കണ്ടെത്തുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു പാഷനാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണൽ അഡിക്റ്റഡ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ 3 കാർഡ്സാണ് ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കൊടുത്തിട്ടുള്ള സ്നേഹവും കണക്ഷനും ഒക്കെ തന്നെ ഭയങ്കര ജെന്യുവൻ ആണ്. കൂടുതലും നിങ്ങൾക്കൊരു ഇമോഷണലി നിങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ തോന്നുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ജസ്റ്റ് അവരുടെ ഒരു ഹായ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹായ് എന്നൊരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആക്കുമായിരിക്കാം. എന്തെങ്കിലും ഭയങ്കര വിഷമത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഹായ് എന്നുള്ളൊരു മെസ്സേജ് പോലും നിങ്ങളെ ഒരുപാട് ഹാപ്പി ആക്കും. അതുപോലെ തന്നെ ഒരുപാട് പേര് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒക്കെ തന്നെ മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊക്കെ നിങ്ങളോട് മിണ്ടാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെയാണ് നിങ്ങളെപ്പോഴും തിരയുന്നത്. അവരുടെ മെസ്സേജ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ കോൾ ഉണ്ടോ എന്തൊക്കെയാണ് നിങ്ങളെപ്പോഴും തിരയുന്നത്. അത്രമാത്രം നിങ്ങളൊരു ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ കൂടുതലും അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കാം അവർ നിന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി കുറേയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആ ഒരു പേഴ്സണെ ഫിനാൻഷ്യലി കുറേയധികം ഹെൽപ്പ് ചെയ്യുമായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ചിലപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് കുറച്ച് നാളെന്നുണ്ടെങ്കിലും. അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ കുറേ കൂടി നിങ്ങളോട് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടാവാം. സോ അത്തരം ഒരു ഇഷ്ടം, അതും മീൻസ് ആ ഒരു ഉള്ളൊരു ഇഷ്ടമായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഭയങ്കര ജെന്യുവൻ ആയിട്ടാണ് നിന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് വർക്ക് ഓൺ യുവർ കണക്ഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളാണ് കൂടുതലും
ഈ റിലേഷൻഷിപ്പ് വർക്കാനായിട്ടൊരു സ്ട്രെങ്ത് കൊടുത്ത് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. തുടക്കത്തിൽ അവരായിരുന്നു. അവർ ഇനിഷ്യേറ്റ് ചെയ്ത് മേ ബി നിങ്ങൾ അതായത് റിലേഷൻഷിപ്പിലേക്ക് ആകാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ അവരായിരുന്നിരിക്കാം നിങ്ങളോട് കൂടുതലും ഇഷ്ടം പ്രകടിപ്പിച്ചതും റിലേഷൻഷിപ്പിൽ ഒരു യെസ് പറയിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് ഒരുപാട് അതായത് അവരായിട്ട് തന്നെ ഒരു വർക്ക് ചെയ്ത് അവരായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ ഭയങ്കര ജെന്യുവൻ ആണ്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടും നിങ്ങളെ വീണ്ടും വീണ്ടും തേടി വരുന്നത് അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു അവർ ഇടിച്ച് കയറി വന്നിട്ടുള്ളത്. എന്നിട്ടും ഒരുപാട് സങ്കടങ്ങൾ തന്നു, ഒരുപാട് ഒരുപാട് മൊമെൻറ്റ്സ്, നല്ല നല്ല മൊമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ സന്തോഷങ്ങൾ തന്ന്, കുറേ മെമ്മറീസ് തന്ന് അങ്ങനെ ഒരു പോക്ക് പോയി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിൽ നിൽക്കുന്നത്. സോ ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത്. ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന 2 കാർഡ്സാണ് ഈ കാണുന്നത്. നിങ്ങളോട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലൈഫ് ലെസൺസ്, അതായത് ഒരുപാട് ജീവിത പാഠങ്ങൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അരികിൽ നിന്നും, അതായത് ഒരു സെപ്പറേഷൻ വന്ന സമയം തൊട്ട് നിങ്ങൾ ഒരുപാട് ലൈഫ് ലെസൺസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അതായത് നിങ്ങൾ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഒന്ന് ഹീൽ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവണം എന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നാലും ഇവരുടെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരുപാട് പോസിറ്റിവിറ്റി ആയിട്ട് ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പേഴ്സണിൽ നിന്നും ഒരു സ്നേഹവും കരുതലും നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്രത്തോളം ഭാഗ്യവാന്മാരാണോ അല്ലെങ്കിൽ ഭാഗ്യവതികളാണോ എന്നുള്ള പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിരുന്നു ആ ഒരു കെയറും കരുതലും ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പേഴ്സണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണെ ആ ഒരു സമയം തൊട്ടായിരിക്കണം കൂടുതലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവ്സ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വേദനകൾ തന്നു. എന്നാലും ആ ഒരു വേദനകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ മറന്നു പോവാണ്. അവർ തന്നിട്ടുള്ള സ്നേഹം, തുടക്കത്തിൽ തന്നിട്ടുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലും ഇങ്ങനെ ചിന്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇനി വേണ്ട, അല്ലെങ്കിൽ അവർ കുറേ അധികമായിട്ടുള്ള വേദനകൾ തന്നു, അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇനി മൂവ് ഓൺ ആവാം, ഇനി ഒരു പേഴ്സണെ ചേസ് ചെയ്യില്ല, അവരെക്കുറിച്ച് ഓർക്കില്ല, അവരെക്കുറിച്ച് ഓർക്കില്ല, അല്ലെങ്കിൽ അവരെ ഇനി ആവശ്യമില്ലാതെ കോൾ ചെയ്യില്ല, മെസ്സേജ് ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾ വീണ്ടും മാറി ചിന്തിച്ച് പോകുന്നുണ്ട്. അതായത് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തും നിങ്ങളിങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇവരെന്തൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ തന്നെ മറക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന്. അതായത് നിങ്ങൾ കൂടുതൽ ഇവരിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്നാലും ഇറ്റ്സ് ഓക്കെ. തുടക്കത്തിൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിനെ കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ നിങ്ങളിങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ വീണ്ടും ചിന്തിച്ച് പോവാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്ത് നോക്കാം, വരുമായിരിക്കും, അല്ലെങ്കിൽ അവരോട് ഇനി അവർ വന്നാലും അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പിന്നെയും നിങ്ങൾക്ക് ഭയങ്കര വിഷമം വരുമ്പോൾ നിങ്ങൾ വീണ്ടും മൂവ് ഓൺ ആവണോ, ഇനി മൂവ് ഓൺ ആകാം എന്ന് വിചാരിക്കും. അങ്ങനെ എത്രമാത്രം നിങ്ങളെ ഇവർ ചിലപ്പോൾ ദ്രോഹിച്ചിട്ടുണ്ട്, നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവർക്ക് വേണ്ടി നിങ്ങളോട് ചെയ്ത് ഓർത്ത് നിങ്ങൾ ഒരുപാട് രാത്രികൾ കരഞ്ഞുറങ്ങിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ അതൊക്കെ തന്നെ പെട്ടെന്ന് മറന്നു പോവാണ്. അതായത് കൂടുതലും ഒരു ദേഷ്യവും വാശിയും ഒന്നും തന്നെ ഇവരെ കാണുന്ന സമയത്തോ ഇവർ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ആവുന്നില്ല. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. അതായത് ഇനി കണ്ടിന്യൂ ചെയ്യണോ, മൂവ് ഓൺ ആവണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു റീഡിങ്ങിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറച്ച് പേരെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കാർമിക് പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ അവർ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ കാണുമെന്ന് പറയാനായിട്ടുള്ളൊരു സാധ്യത കുറവാണ്. കാരണം കാർമിക് പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈഫ് ലെസൺസ് ഒക്കെ തന്ന്, ഒരുപാട് വിഷമം തന്ന്, കുറേ ആദ്യം തുടക്കത്തിൽ കുറച്ച് സന്തോഷമൊക്കെ തന്ന് ഒരു ജീവിത പാഠം കുറേയധികം പഠിപ്പിച്ചതിന് ശേഷം അങ്ങനെ ലൈഫിൽ നിന്ന് ഇവർ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം വരെ ഇങ്ങനെയുള്ള പേഴ്സൺസ് ഒക്കെ ലൈഫിൽ സ്റ്റേ ചെയ്യുള്ളൂ. അത് ലൈഫ് ലോങ് ഉണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി കുറവാണ്. അപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് തന്നെ ഫീൽ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പേരെങ്കിലും നിങ്ങളൊരു ട്രോമ ബോണ്ടിങ്ങിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു പേഴ്സൺ തുടക്കത്തിൽ അല്ലെങ്കിലും ഒരു ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പലർക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനായിട്ട് തന്നെ അവർ കാരണങ്ങൾ കണ്ടെത്തി വഴക്കിടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാമെങ്കിലും
നിങ്ങളുടെ ഒരു പാഷനായിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾ കുറേ പേരെങ്കിലും ഇത് അറിഞ്ഞുകൊണ്ട് സ്റ്റേ ചെയ്യുകയാണ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പായിട്ടും ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേർക്കെങ്കിലും നിങ്ങൾ അങ്ങനെയും റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വിഷമം തരുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളറിയാം നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ നുണയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സന്തോഷമാണ് അവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള പേഴ്സൺസിനെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കാണ്ട് നിങ്ങൾ പതിയെ പതിയെ മൂവ് ഓൺ ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ഭയങ്കര ജെന്യുയിനായിട്ട് തോന്നുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് ഒരു മൂന്നാമതൊരാളോട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ തുറന്നു പറയുക. നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ്ട് അവരെങ്ങനെ വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിനി എങ്ങനെ മുന്നോട്ട് പോകും, തനിയെ ഇനി എങ്ങനെ പറ്റും, അല്ലെങ്കിൽ അവരില്ലാത്ത ലൈഫ് എങ്ങനെയാണ് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് അങ്ങനെ ആവാണ്ടിരിക്കുക. നല്ലൊരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക.